അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് മണ്ഡലത്തിൽ നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്നൊക്കെ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചോദ്യം ഇതിന്റെ ഉത്തരത്തിലൂടെ ലഭ്യമാകും എന്ന് വിലയിരുത്തിയ തെരഞ്ഞെടുപ്പാണ്. അതിലാണ് ഈ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ UDFന് കഴിഞ്ഞിരിക്കുന്നത്. എല്ലായിടങ്ങളിലും അൻവർ ഇത്രയും 20,000-ഓളം വോട്ടുകൾ പിടിക്കുന്ന ഘട്ടത്തിലും UDFന് ഒരു തിളക്കമാർന്ന വിജയം തന്നെ നേടാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം ആത്മവിശ്വാസം UDF ക്യാമ്പിന് ഈ ഘട്ടത്തിലുണ്ട്? മറ്റൊന്ന്, ഈ സർക്കാരിനെതിരെ, ഈ സർക്കാരിന് ഇനി തുടരാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന പ്രതികരണമാണ് UDF ക്യാമ്പിൽ നിന്ന് പൊതുവായി കണ്ടത്. ഒരു കെയർടേക്കർ സർക്കാരാണിത് എന്ന ആന്റണിയുടെ പ്രതികരണമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നു. ഇത് എത്രത്തോളം ആത്മവിശ്വാസം UDF ക്യാമ്പിന് നൽകുന്നുണ്ട്? ദീപക് ധർമ്മടം. റീജിത്ത്, കേരളം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ വലിയ അംഗീകാരം UDFന് കിട്ടുന്നു. ആധികാരികമായ വിജയം എന്നുറപ്പിച്ച് പറയാം. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, അതും സിറ്റിംഗ് സീറ്റല്ല, ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പിലെല്ലാം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എല്ലാം LDFന്റെ വാദം അത് സിറ്റിംഗ് സീറ്റ് പിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇത് LDFന്റെ കയ്യിൽ 9 വർഷമായുള്ള PV അൻവറിലൂടെ ആണെങ്കിലും LDF പിടിച്ചെടുത്ത ഒരു മണ്ഡലം, ആ മണ്ഡലം തിരിച്ചു പിടിച്ചു എന്നുള്ള വലിയ ആത്മവിശ്വാസവും വലിയ ആഘോഷവുമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് മുതലുള്ള മുഴുവൻ നേതാക്കളും പ്രതികരിക്കുന്നത് ഇനിയൊരു കാവൽ മന്ത്രിസഭ മാത്രമാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഇതിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയമൂടെ നേരിട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ സ്ഥാനാർത്ഥിയാകുന്നു, വലിയ പ്രതീക്ഷയിലായിരുന്നു ഇടതുമുന്നണി. 4,000 വോട്ടിനെങ്കിലും ജയിക്കും, 1,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് കണക്കൂട്ടി. പക്ഷേ എന്നാൽ 11,000 വോട്ടിലേറെ ഒരു തോൽവി ഏറ്റുവാങ്ങി എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായ പരാജയമാണ്. ഈ ഘട്ടത്തിൽ UDFന്റെ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്ന ആൾക്കാരാണ്. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ഇത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ക്ലസ്റ്റർ ബോംബാണ് നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നത്. അത് 2026 കേരളത്തിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കും. അത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. മലയോര മേഖലയാകട്ടെ, തീരദേശ മേഖലയാകട്ടെ, പ്രായമുള്ളവരാവട്ടെ, കുട്ടികളാകട്ടെ, എന്തിനേറെ പറയുന്നു, ആശാ വർക്കർമാർ വരെ യാചിക്കുന്ന രീതിയിലാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലുന്നത്. അപ്പം ഇതെല്ലാം ജനങ്ങൾ മുഴുവൻ കാണുകയും ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനൊപ്പം UDFനൊപ്പം നിൽക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് നിലമ്പൂരിന്റെ ഈ ഒരു വിജയത്തിലൂടെ. റജിൽ മാക്കുറ്റി കൂടി തീരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതാണ്. റജിൽ, ഈ ഒരു കണ്ണൂർ മോഡൽ ഇലക്ഷൻ ആണോ നിലമ്പൂരിൽ നടന്നത്? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കുമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവർ കൊണ്ടുവന്ന ആസ്ഥാന വായനക്കാരെയാണ്, ആസ്ഥാന വായനക്കാരനെ സ്വന്തം ബൂത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഈ നിലമ്പൂരിൽ നിന്നും പരാജയപ്പെടുത്തി വീണ്ടും തൃപ്പൂണിത്തറയ്ക്ക് അയച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളൊരു CPM മോഡൽ ബൂത്ത് പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് നമുക്ക് ലോക്കൽ അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലായത്. സാധാരണ കണ്ണൂരിലൊക്കെ CPM ചെയ്യുന്ന പോലുള്ള ഒരു ബൂത്ത് പ്രവർത്തനം UDFന് നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ പറ്റി. അതിൻ്റെ വിജയമാണോ ഇത്? അല്ലാതെ വെറുതെ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊരു ബ്രാക്കറ്റിൽ പറയുകയല്ലാതെ. UDF ശക്തമായിരുന്നു. ഇപ്പോൾ പുതുപ്പള്ളി ആയാലും തൃക്കാക്കരയിലും പാലക്കാടും ഇതേ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ പിന്തുടർന്നത്. അത് തന്നെയാണ് നിലമ്പൂരിൽ നടത്തിയത്. അതിൻ്റെ വിജയമാണ്. അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരുന്നു എന്നുള്ളത്. ആ തയ്യാറായതിൻ്റെ റിസൾട്ടാണ്. ഇതിനകത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കെതിരായി, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ഭരണപക്ഷവും ഭരിക്കുന്നവർ പ്രതിപക്ഷമായിരുന്നു. ആ രൂപത്തിൽ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്തു, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ടാർഗറ്റ് ചെയ്തു. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ടുള്ള ജനം പ്രതികരിക്കും. ഞങ്ങൾക്കറിയാം. ഏത് മാധ്യമ പരിലാളനെ കൊണ്ടൊന്നും ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ ൊന്നും പിണറായി വിജയന്റെ ഭരണവിരുദ്ധത കൊണ്ട് തകർക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന ഈ ഒരു ആത്മവിശ്വാസം, ഇപ്പൊ രമ്യയും റിജിലും പറഞ്ഞ ഈ ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആകെയുണ്ട് എന്നുള്ളതാണ് ഇതിൽ റീജിത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരുപക്ഷെ ഒരു കാര്യം കൂടി, മറ്റൊന്ന് അൻവറിന്റെ കാര്യത്തിലാണ്. ആര്യാടൻ ഷൗക്കത്താണ് ജയിക്കുന്നതെങ്കിലും അൻവർ കൂടി താരമാകുന്നൊരു സാഹചര്യം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ട്. 20,000-ഓളം വോട്ടുകൾ അൻവർ പിടിക്കുന്നു. അതുതന്നെ എല്ലാ മേഖലകളിൽ നിന്നും സ്വാധീനമുണ്ടാക്കാൻ അൻവറിന് കഴിയുന്നുണ്ട്. നേരത്തെ ഇത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ എന്താകും എന്നുള്ള കണക്കുകൂട്ടലുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. അപ്രസക്തനാകാൻ പോകുന്നു അൻവർ എന്ന വിലയിരുത്തൽ ചില കോണുകളിൽ നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നത് കണ്ടു. അതിനിടയിൽ നിലമ്പൂരിൽ അവിഭാജ്യ ഘടകമായി താനുണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണോ PV അൻവർ? അദ്ദേഹത്തിന്റെ പ്രതികരണമായി നേരത്തെ കണ്ടത് UDFിലേക്ക് ഒരു വാതിൽ തുറന്നിടുന്ന തരത്തിൽ UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ സഹകരിച്ച് മുന്നോട്ട് പോകും എന്നൊരു പ്രതികരണം കൂടി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അൻവറിൻ്റെതായി കണ്ടു. ദീപക് ധർമ്മടം. റീജിത്ത് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു ഫാക്ടർ അല്ല.
അൻവറിനെ കുറിച്ച് ആദ്യം KPCC പ്രസിഡന്റ് നമ്മളോട് 24-നോടുള്ള അഭിമുഖത്തിൽ പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ അൻവർ ഒരു ഘടകമല്ല എന്നുള്ളതാണ്. നമുക്ക് ഈ വിജയത്തിന്റെ ശില്പി AP അനിൽകുമാർ MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വണ്ടൂർ MLA AP അനിൽകുമാറാണ്. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ UDFന്റെ വിജയശില്പി ആരെന്ന് ചോദിച്ചാൽ ഒരു ബൂത്ത് സെക്രട്ടറി കണക്കെ, ഒരു മണ്ഡലം സെക്രട്ടറി കണക്കെ പ്രവർത്തിച്ച AP അനിൽകുമാർ, ഒന്ന് താഴെ ഇറങ്ങി നിൽക്കാം, AP അനിൽകുമാറാണ്. കാരണം ഉയരങ്ങളിലാണ് നിൽക്കേണ്ടത്. എങ്കിലും അങ്ങ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ UDFന്റെ വിജയശില്പിയാണ്. വിജയത്തിന്റെ ഘടകങ്ങൾ ഇത്രമേൽ വലിയ വിജയം. കാരണം മാത്രമല്ല, ഇന്നലെ സംസാരിക്കുമ്പോഴും എന്നോട് 12,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. 11,000-ലേറെ പിടിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വർക്ക് അതിനകത്ത് ആരെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ല. എല്ലാ വ്യക്തികളും എല്ലാ പാർട്ടികളും UDF ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചതാണ് ഒരുപാട് പ്രതികൂല സാഹചര്യത്തിലും ഇത്രയും നല്ല ഒരു വിജയം ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് ഈ ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. ഈ വിജയം ഈ പാർട്ടി പ്രവർത്തകർക്ക് മുഴുവനുള്ള വിജയമാണ്. UDFന്റെ പ്രവർത്തകർക്ക് മുഴുവനുള്ള വിജയമാണ്. ഈ ഇത്രമേൽ ആത്മവിശ്വാസം എങ്ങനെയായിരുന്നു? സാധാരണ കോൺഗ്രസിന്റെ ഒരു സംഘടനാ പ്രവർത്തനം വെച്ച് ബൂത്തിലെ കണക്ക് തെറ്റലാണ് പതിവ്. നമ്മൾ മുൻപ് പരിശോധിച്ചാൽ, ഞാനൊക്കെ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത അനുഭവം വെച്ച്, പക്ഷേ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു AP. തുടക്കം മുതൽ 10,000-ന് മുകളിൽ നിന്ന് പറഞ്ഞു. മെനഞ്ഞാന്ന് എന്നോട് ഇന്നലെ സംസാരിക്കുമ്പോഴും പറഞ്ഞു 12,000 വോട്ട് കിട്ടും, 11,000 ഉറപ്പ്. ഞാൻ അതിനകത്തൊരു കാര്യമുള്ളത്, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ നിലമ്പൂരിൽ വർക്ക് ചെയ്തിരുന്നു, ചാർജ് ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് നിലമ്പൂർ ചാർജ് ഉണ്ടായിരുന്നു. അതിനുശേഷം 6 മാസത്തിനുള്ളിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും യഥാർത്ഥ സ്ട്രെങ്ത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു UDF സീറ്റാണിത്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടും അതില്ലാതെ പോകുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലും വിജയിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. എല്ലാ പഞ്ചായത്തും ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഒരു പഞ്ചായത്ത് മറ്റാണ് ഇപ്പോൾ ആ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഒരുമിച്ച് ഒരു വർക്ക് നടത്തിയതാണ് ഇതിൻ്റെ റിസൾട്ട്. ഈ കോൺഗ്രസ് വോട്ടല്ലാതെ, കോൺഗ്രസ് വോട്ട് കൊണ്ട് മാത്രമല്ല, ലീഗ് വോട്ട് കൊണ്ട് മാത്രമല്ല ഈ 11,000-ന്റെ ലീഡ് ഉണ്ടാക്കിയത്, ഏതൊക്കെ വിഭാഗത്തിൻ്റെ വോട്ടാണ് വന്നിരിക്കുന്നത്? സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് UDFന്റെ വോട്ട് മാത്രമല്ല, കൂടാതെ തന്നെ LDFനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം ഉണ്ടായിരുന്നു എല്ലായിടത്തും. എവിടെ ചെന്ന് കഴിഞ്ഞാലും അത് കാണാൻ കഴിയുന്ന പ്രകടമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ LDFനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ സജീവമായ LDF പ്രവർത്തകരാണെന്നില്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഇടതുപക്ഷ മനസ്സുകൊണ്ട് വോട്ട് ചെയ്യും. അത്തരം ഇടതുപക്ഷ അനുഭാവികളൊക്കെ അവരുടെ നല്ല ശതമാനം വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചായത്തിൽ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് കാണിക്കുന്നത്. PV അൻവർ പിടിച്ച വോട്ട്, PV അൻവർ UDF വോട്ട് പിടിക്കില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്നോട്, പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നു, എല്ലാവരും പറയുന്നു. UDF വോട്ട് PV അൻവർ പിടിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് അത് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെയുള്ള MLA ആണ് അദ്ദേഹം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ UDFൽ ഇതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ അൻവർ UDFനോടൊപ്പം വരില്ല എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ധാരണ വെച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കളിക്കളത്തിൽ നേരിട്ടുള്ള മത്സരമല്ല, കളിക്കാർ വേറെ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയത്. തന്ത്രങ്ങളെന്ന് പറയുന്നില്ല, പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ആത്മവിശ്വാസമായിരുന്നു ഞങ്ങൾ വിജയിക്കുമെന്നുള്ളത്. അത് ജനങ്ങൾ ആ രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട്. ചോദ്യം, അൻവറിന് ഇത്രമേൽ വോട്ട് എവിടുന്ന് കിട്ടി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാം പറയുന്നതാണ്. ഞങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ സമയം മുതൽ ഇതുവരെ ഞങ്ങളെടുത്തൊരു സമീപനമുണ്ട്. ഞങ്ങൾക്ക് അൻവറിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്ത രാഷ്ട്രീയ സമീപനം അത് തെറ്റായി പോയി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായ ഒരു നിലപാടെടുത്തുകൊണ്ട് പുറത്തു വന്ന ഒരു MLA എടുക്കേണ്ട സമീപനമല്ല അദ്ദേഹം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമീപനത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അത്രയും ഞാൻ അതിനെക്കുറിച്ച് അങ്ങേ ഇനി നിയമസഭ കാണിക്കില്ല എന്ന ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. താങ്ക് യു. അപ്പം അഭിനന്ദനങ്ങൾ. വളരെ കൃത്യമായി അൻവറിന്റെ ഈ നിയമസഭ കാണിക്കില്ല എന്ന ഭീഷണിയോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് AP അനിൽകുമാർ പറയുന്നത്. പക്ഷേ UDFന്റെ കൂട്ടായ വിജയമാണ് ഈ വലിയ വിജയമെന്നുകൂടി പറയുകയാണ് റീജിയൻ.